ഇതിലെനിക്ക് പറയാനുള്ളത് ചാനൽസിൻ്റെയും അവരുടെ പി ആർ വർക്കിനെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? സോ ഇപ്പം എൽ ഡി എഫ് ഇനി എന്ത് ഒന്നോ രണ്ടോ ഫ്രോഡ് പരിപാടി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ന്യായീകരിച്ചിട്ട് മാത്രമേ കൈരളി നിൽക്കത്തുള്ളൂ. സെയിം തന്നെയാണ് ജനം, സെയിം തന്നെയാണ് മീഡിയ വൺ, സെയിം തന്നെയാണ് മാതൃഭൂമി. മനസ്സിലായില്ലേ? ഓരോ ചാനലിലും ഓരോ എന്താ പറയേണ്ടത് അജണ്ടയുണ്ട്. ഇന്ന പാർട്ടീനെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് അവർ എന്താ പറയേണ്ടത് തീരുമാനം എടുത്ത കണക്കെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? റിപ്പോർട്ടർ ചാനലിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആണ്. സോ പൊളിറ്റിക്കൽ പാമ്പറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്ന് പറയേണ്ടത് ഫണ്ടിങ്ങും കാര്യങ്ങളും മേടിച്ചിട്ട് ചെയ്യുന്നൊരു മീഡിയയിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. ഐ ഡോണ്ട് ട്രസ്റ്റ് ദ മീഡിയാസ്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ BJPൻ്റെ ഒരുപാട് എന്ന് പറയേണ്ടത് കാര്യങ്ങൾ ജനം ടി വിയിൽ ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സെയിം തന്നെയാണ് മീഡിയ വന്നിട്ട് പല കാര്യങ്ങൾ. എനിക്ക് ഒരു സമയത്ത് തോന്നിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാവൂദ് ഇവൻ വല്ല പലസ്തീൻ്റെ അങ്ങനത്തെ കള്ള പാസ്പോർട്ട് എടുത്ത് പോകുമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. എച്ചാതി യഹിയ സിൻവർ, അതേമാതിരി അവരെ ഹമാസിൻ്റെ നേതാക്കന്മാർ, ഇവരെല്ലാം എച്ചാതി വെളുപ്പിക്കലാണെന്ന് പറയും ഇവർ. എൻ്റെ മോനെ, ഹമാസ് എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണോ? എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ വെളുപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. സെയിം തന്നെയാണ് മറ്റേ സ്വർണ്ണക്കടത്ത് കേസിൽ ഞാൻ നോക്കുമ്പം ഈ പറയുന്ന ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കൈരളിയിലൊന്നും വലിയ തോതിലൊരു ന്യൂസോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ള ചാനലിലെല്ലാം അത് ആഘോഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ടറിലൊന്നും വലിയ ഇതില്ല, പ്രസക്തി ഇല്ല അതിനകത്ത്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എൻ്റെ അമ്മ ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു പിന്നെ LDFൻ്റെ ഒരു മാർച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കണ്ടിട്ട് ചേട്ടൻ എന്ന് പറയേണ്ടത് പിന്നെ ഏതോ പെണ്ണിൻ്റെ ചുരിദാറൊക്കെ എടുത്ത് എന്ന് പറയേണ്ടത് വലിച്ചിട്ടിട്ട് എന്ന് പറയേണ്ടത് അത്ര ഇത്. കാരണം ഒരു MLA പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യേണ്ട പരിപാടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും എടുത്ത് വെച്ചിട്ടില്ല. മനസ്സിലായില്ലേ? സെയിം തന്നെയാണ് മുകേഷിൻ്റെ വായ തുറന്നു കഴിഞ്ഞാൽ തെറി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മുകേഷ് അല്ലാണ്ട് ഇൻറ്റേർണലി അങ്ങനെ കുറേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവോയ്ഡ് മീഡിയാസ്. ലൈക്ക് മീഡിയാസ് ജസ്റ്റ് ഫോർ ഫൺ ആക്ടിവിറ്റീസ് മാത്രം. കാരണം എന്താ, മീഡിയക്ക് ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയും കാര്യങ്ങളും തീരെഴുതി കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് ബുദ്ധി ദൈവം തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി സ്വയം ഇല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡൂ റിസർച്ച്, ഫൈൻഡ് ഔട്ട് ദ തിങ്സ്, വാട്ട് ഈസ് ദ ട്രൂത്ത്. ഇവർ പറയുന്ന എന്താണ് കാപട്യം, എല്ലാ കാര്യങ്ങളും എന്ന് പറയേണ്ടത് ഇത് മനസ്സിലാക്കുക, യുക്തിക്കനുസരിച്ചിട്ട് നീങ്ങുക. മനസ്സിലായില്ല? എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യുന്നതെന്ന്. എല്ലാ പാർട്ടിക്കും എന്ന് പറയേണ്ടത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, എല്ലാ പാർട്ടിക്കും. ഐ എം നോട്ട് ഗോയിങ് ടു സേ ദാറ്റ് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, സോ 100% ദി ആർ റൈറ്റ്. നോ, അവർക്ക് ഇഷ്ടം പോലെ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം പല സ്റ്റേറ്റിലും ബീഫ് ബാനാണ്. ബട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നത് ഈ പറയുന്ന BJP ഭരിക്കുന്ന എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ബീഫ് എക്സ്പോർട്ടും കാര്യങ്ങളും